നമസ്കാരം. വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് നമ്മുടെ നാട്. ഇവിടെ ദിവസവും വാർത്തയില്ലാതെ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി നിൽക്കുന്ന ഒരുപാട് മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വാർത്ത വേണമെങ്കിൽ ചില നാക്കുപിഴകൾ വരെ അവർ വലിയ പൊലിപ്പിച്ച് വിവാദമാക്കി വാർത്ത കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വിവാദമാക്കാൻ വേണ്ടി മനഃപൂർവ്വം തന്നെ ചില കാര്യങ്ങൾ ചിലർ ചെയ്തു വെക്കാറുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നു കഴിഞ്ഞത് ഞാൻ കാണിക്കാം. ഒന്ന്, കൊച്ചിൻ ബിനാലയിൽ ഒരു കലാസൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്കറിയാം, ഒട്ടുമിക്ക ക്രിസ്ത്യാനികളുടെ വീട്ടിലും ഇതുപോലൊരു ചിത്രം കാണും. അന്ത്യത്താഴം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. യേശുവും ശിഷ്യന്മാരും കൂടി അവസാനമായിട്ട് അത്താഴം കഴിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ്. ഇത് മിക്ക വീടുകളിലും കാണും. അതിനെ വളരെ വികലമായ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. നഗ്നയായ ഒരു സ്ത്രീയാണ് യേശുവിൻ്റെ സ്ഥാനത്തിരിക്കുന്നത്. മുന്നിൽ ആപ്പിളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ആദിഭാവം ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ ബിനാലെയാണ്, പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം വ്രണപ്പെടുമെന്ന് അറിയാം, ബോധപൂർവം തന്നെ ചെയ്തതാണ്. ഇത് കൊച്ചിൻ ബിനാലയിലാണ്. അത് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി വെച്ചതാണ് എന്ന് വെക്കാം. എന്നാൽ ഈ സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി നോക്കും. സുവർണ്ണ കേരളം എന്ന് പറഞ്ഞിരിക്കുന്ന എന്ന പേരിൽ ഇറങ്ങുന്ന ഒരു ലോട്ടറി ഉണ്ട്. ആ ലോട്ടറിയുടെ നറുക്കെടുപ്പ് പോലും അതിൻ്റെ തീയതി പോലും ശബരിമലയിൽ ഇവർ യുവതികളെ ഉരുട്ടിക്കയറ്റിയ ആ ദിവസമാണ് അതിൻ്റെ നറുക്കെടുപ്പ് പോലും വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് ആ ലോട്ടറിയിലുള്ള ചിത്രമെന്ന് നിങ്ങളൊന്ന് നോക്കുക. ശിവലിംഗം കാണാം. അതിൻ്റെ മുകളിലായിട്ട് സ്ത്രീയുടെ ആർത്തവ രക്തം ഈ ശിവലിംഗത്തിലേക്ക് വന്ന് പതിയുന്ന ഒരു ദൃശ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ലളിതകലാ അക്കാദമിയിലുള്ള ഒരു ടോം ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ് വരച്ചത്. ഇപ്പോൾ അയാളെ കൊണ്ട് തന്നെ ബോധപൂർവം വരപ്പിച്ചായിരിക്കണം ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാവാനോ അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കൃത്യമായിട്ടും കേരളം പോലെ ഒരു സ്ഥലത്ത് ഇത് വിവാദമാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇറക്കി വിടുന്നതാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വിവാദമാവണം, അങ്ങനെ എല്ലാ മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്യണം. പ്രധാനപ്പെട്ടൊരു കാര്യം ഇതിനിടയ്ക്ക് മുങ്ങിപ്പോകണം. അത് തീർച്ചയായിട്ടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അത് ഓരോ ദിവസവും അന്വേഷണം പുരോഗമിക്കുന്നു. കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. മുൻ ദേവസ്വം മന്ത്രി എപ്പോൾ അകത്താകും എന്ന ഒരു ഘട്ടമെത്തി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന രീതിയിൽ നിൽക്കുകയാണ്. പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാട്ട് ഇപ്പോഴും ആളുകൾ മറന്നിട്ടില്ല. അത് ഗാനമേളക്കാർ തന്നെ പാടി തുടങ്ങിയിരിക്കുന്നു, ചില പരിപാടിക്കും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒറ്റയടിക്ക് ഈ ചർച്ച വഴിമാറിപ്പോണം. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ നമ്മുടെ ചാനലിലെ മിക്ക ചാനൽ നോക്കിയാൽ ഒരു 80% ചാനലുകളിലും സ്വർണ്ണക്കൊള്ളയും മറ്റൊരാണ് ചർച്ച. ഇതിനെ എങ്ങനെ വഴിമാറ്റി വിടാം എന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കേരളം പോലെ ഒരു സ്ഥലത്ത് ഹിന്ദു വിശ്വാസികളെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിശ്വാസികളെയും ചൊറിഞ്ഞാൽ അവരത് ഏറ്റുപിടിക്കുമെന്നും ചർച്ച ആ വഴി പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അതിനാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, BJPയോ കോൺഗ്രസോ ഒന്നും ഇതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. അവർ ചിന്തിക്കേണ്ടത്, വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും വ്രണപ്പെടണം. അവർ അതിന് പ്രതികരിക്കണം. എപ്പോൾ പ്രതികരിക്കണം? അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണം. അങ്ങനെ വേണം ഇതിനെയൊക്കെ നേരിടാൻ. അല്ലാതെ ഇത് കണ്ടപാടെ അയ്യോ ഹിന്ദുവിൻ്റെ വികാരം വ്രണപ്പെട്ടു, അയ്യോ ക്രിസ്ത്യൻ്റെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചാടി സംഖ്യകളിറങ്ങി സോഷ്യൽ മീഡിയ വഴി വലിയ വിവാദമാക്കുന്നു. അത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു. 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഇല്ലാതാവുന്നു. ആ സമയത്തൂടെ നൈസായിട്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും പിന്നെ അതിൻ്റെ കൂടെ അവർക്കൊരു ബോണസായിട്ട് കിട്ടുന്ന സംഭവമുണ്ട്. ഇപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ആണല്ലോ ഭരിക്കുന്നത്. അവർ ഭരിച്ച് തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവിടെ ഒരുപാട് മുൻപ് ഇരുന്നവർ ചെയ്ത കാട്ടിക്കൂട്ടിയ ഓരോന്ന് കൊള്ളരുതായ്മകൾ, അഴിമതികളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ അങ്ങ് മുങ്ങിപ്പോയാൽ അതൊരു പക്ഷേ അവർ ലക്ഷ്യം വെച്ചിട്ടല്ല ഇത് ചെയ്തത്. ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി നേരത്തെ തന്നെ അവർ പ്ലാൻ ചെയ്ത് ഇറക്കി വിട്ടതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇതും കൂടെ മുങ്ങിപ്പോയാൽ അത് ബോണസാണല്ലോ. അതിനാൽ ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ പോയി സമയം കളയാതിരിക്കുക. ഇവർ എത്ര നമ്മൾ എതിർത്താലും ഇവരിതൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അറിയാൻ മേലാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഇങ്ങനൊരു ചിത്രം ഇറക്കി വിട്ടാൽ അതിന് എതിർപ്പുണ്ടാവും എന്ന് അവർക്കറിയാം. എതിർപ്പുണ്ടാവണം. അങ്ങനെ വേണം മറ്റു പല കാര്യങ്ങളും അവർക്ക് മുക്കാൻ. അവരുടെ വിവരക്കേട് അല്ലെങ്കിൽ അവർക്കിത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും കൊള്ളയടിക്കാനും പറ്റൂ. അതുകൊണ്ടാണ് അവർ സമൂഹത്തിൽ അന്തഛിദ്രം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭരണത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആരാണ് ഇത്തരം പരിപാടികൾ ചെയ്യുന്നതെന്നാണ്. ആ ലോട്ടറി ടിക്കറ്റിലുള്ള ആ ചിത്രം എന്ത് പറഞ്ഞാണ് ഇവർ ന്യായീകരിക്കാൻ പോകുന്നത്? ഒരു ലോട്ടറി ടിക്കറ്റിൽ ശിവലിംഗത്തിൻ്റെ ചിത്രവും അതിലേക്ക് ആർത്തവ രക്തം ഇറ്റി വീഴുന്ന തരത്തിലുള്ളൊരു ചിത്രം വരച്ച് വെക്കേണ്ട കാര്യം എന്താണ്? അതല്ല ചിന്തിക്കേണ്ടത്. ലോട്ടറി ടിക്കറ്റിൽ അതിൻ്റെ ഒരു ആവശ്യവുമില്ലല്ലോ. അത് ലളിതകലാ അക്കാദമിയിലെ ഒരാൾ വരച്ച ചിത്രം എന്ന തരത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. വേറൊരു ചിത്രവും അവർക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കാമല്ലോ. ഞാൻ പറയുന്നത്, വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം വ്രണപ്പെടണം, അവർ പ്രതികരിക്കണം. പക്ഷേ അത് വോട്ട് ചെയ്യുന്ന സമയത്തായിരിക്കണം. അല്ലാതെ മറ്റു പാർട്ടികൾ ഇതിൻ്റെ നേരെ കൊണ്ട് ഒച്ചപ്പെടുത്തിയിട്ട് ഒന്നും കാര്യമില്ല. നോക്കൂ, ശ്രദ്ധിക്കൂ, 2 മതസ്ഥർക്കെതിരെ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. മറ്റൊരു കൂട്ടർക്കെതിരെ ചെയ്യില്ല. ചെയ്താൽ അതിൻ്റെ പ്രതികരണം വേറെ രീതിയിലായിരിക്കും. ആ തരത്തിൽ എന്തായാലും പോകാൻ ഇവിടുത്തെ ഹിന്ദുവിനോ ക്രിസ്ത്യാനോ ഒന്നും താല്പര്യമില്ലല്ലോ. അതിനാൽ നൈസായിട്ട് ഈ സാധനത്തെ ഒന്നുകിൽ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുക. എന്നിട്ട് പ്രതികരിക്കേണ്ടത് ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് എന്ന് നോക്കിയിട്ട് അവരെ ഇനി മേലിൽ അധികാരസ്ഥാനത്തേക്ക് ഇരുത്താതിരിക്കാനുള്ള പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്.